ഞാൻ പള്ളിപ്പുറം പഞ്ചായത്തിലെ 19-ാം വാർഡിലെ മെമ്പറാണ്. എൻ്റെ പേര് ലീമ ജിജിൻ. ഞാൻ ഇപ്പോൾ 5 വർഷക്കാലം എന്നെക്കൊണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് അംഗൻവാടി സ്നേഹ അംഗൻവാടിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. സ്നേഹ അംഗൻവാടിയിൽ എന്നെക്കൊണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മുകളിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ വയോജനങ്ങളുടെ കാര്യക്ഷമതയ്ക്ക് വേണ്ടി അവരുടെ ആരോഗ്യത്തിനും പരിപാലനത്തിനൊക്കെ വേണ്ടിയിട്ട് 2 വയോജന കൂട്ടായ്മയിലും ഞാൻ എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ വാർഡിൽ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് പരമാവധി വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് ഞാനൊരു 3-4 റോഡിനരികിലായിട്ട് കാണകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതേപോലെ തോടുകൾ വൃത്തിഹീനമായിട്ടുള്ള തോടുകളിൽ തോട് കോരാൻ സാധിച്ചിട്ടുണ്ട്. അതിനേറെ തൊഴിലുറപ്പുകാരും സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്, തൊഴിലുറപ്പുകാരേറെ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ, കുടിവെള്ള ക്ഷാമത്തിന് വേണ്ടിയിട്ട് പൈപ്പ് ലൈൻ വലിച്ചിട്ടുണ്ട്. അങ്ങനെ പരമാവധി കാര്യങ്ങൾ എന്നെക്കൊണ്ടാവുന്ന കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഞാൻ മെമ്പറായതിനു ശേഷം ഓരോ അധ്യയന വർഷത്തിലും 1 മുതൽ അംഗൻവാടി മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് കുട വിതരണം ചെയ്തു, പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിദരിദ്രരെ എനിക്ക് 3 പേരാണുള്ളത്. അതിലൊരാൾ മരിച്ചുപോയി. ഇപ്പോൾ 2 പേരാണുള്ളത്. അവർക്ക് മരുന്നുകളെല്ലാം കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ അവർക്ക് ഭക്ഷണം, ഒരു വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അവരെ എനിക്ക് അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. കുടുംബശ്രീക്കാർ ഏറെ നമ്മൾക്ക് സപ്പോർട്ടീവാണ്. നമ്മളുടെ എന്ത് കാര്യത്തിനാണെങ്കിലും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുടുംബശ്രീ എല്ലാവരെയും നല്ല രീതിയിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. അതേപോലെ അവർക്ക് ഒരുപാട് സംരംഭങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആശാവർക്കർമാർ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് വെച്ചാൽ നമ്മളുടെ ഓരോ കുടുംബവും അവർ കയറി ഇറങ്ങുന്നതാണ്. അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അതൊന്നും വയ്ക്കാതെ അവർ കിടപ്പ് രോഗികളുടെ ആയാലും അവരുടേതായ മരുന്നുകൾ എത്തിക്കാനും അങ്ങനെ എല്ലാ കാര്യത്തിലും അവർ മുന്നിട്ടിറങ്ങി അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ലൈഫ് പദ്ധതിയിൽ 10-12ഓളം വീടുകൾ എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വാർഡിൽ ഏറ്റവും കൂടുതൽ തീരദേശ മേഖല ആയതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളാണ് കൂടുതലുമുള്ളത്. അപ്പോൾ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഗ്രാമസഭ വഴി എന്താ വെച്ചാൽ ലാപ്ടോപ്പുകൾ, മേശ കസേര, തടിവെള്ളത്തിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുമാതിരി എല്ലാം എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. SC/ST എന്ന് വെച്ചാൽ മെയിൻ്റനൻസ് 2-3 വീട്ടുകാർക്ക് മെയിൻ്റനൻസ് കൊടുത്തുമായിരുന്നു. അതുപോലെ അവർക്കും ഇതേപോലെ മേശ കസേര, ലാപ്ടോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളും എന്നെക്കൊണ്ട് പറ്റാവുന്ന പരമാവധി എല്ലാം അവർക്ക് ഞാൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു 3-4 റോഡിന് സമീപമായിട്ട് കാണകൾ പണിതിട്ടുണ്ട്. അതേപോലെ റോഡുകൾ 2-3 പുതിയ റോഡുകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. റീടാറിങ് 2-3 റോഡുകൾ ഇനിയും ചെയ്യാനുണ്ട്. ചില റോഡുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തോടുകൾ പ്രത്യേകം പറയേണ്ട കാര്യമാണ്. വൃത്തിഹീനമായ തോടുകൾ JCB ഉപയോഗിച്ചിട്ട് ഞങ്ങൾ വൃത്തിയാക്കി. അതോടൊപ്പം തൊഴിലുറപ്പുകാരും എന്നെ ഏറെ സഹായിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. ഞാൻ 19-ാം വാർഡിലെ CDS മെമ്പറാണ്. പിന്നെ നമ്മുടെ തൊഴിലുറപ്പിൻ്റെ മാറ്റാണ്. ഞങ്ങൾക്ക് നമ്മുടെ മെമ്പർ എല്ലാ വിധത്തിലുള്ള സഹകരണങ്ങളും നമ്മുടെ 19 തൊഴിലാളികളാണുള്ള 19 പേർക്കും തരാറുണ്ട്. പിന്നെ എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ മെമ്പറോടാണ് എന്ന് പറയണത്. ഇപ്പോൾ അംഗൻവാടിയിലാണെങ്കിലും ഞാൻ അവിടുത്തെ ഒരു മെമ്പറാണ്. 2 അംഗൻവാടിയാണ് ഇവിടെ ഉള്ളത്. 2 അംഗൻവാടിയിലും നമ്മൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്നതിന്. പിന്നെ വയോജന കൂട്ടമുണ്ട് ഇവിടെ. ആ വയോജന കൂട്ടത്തിലും നമ്മൾ സാമൂഹികമായിട്ടും അല്ലാത്ത പ്രവർത്തനമുണ്ട്. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. മെമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറ്റ സുഹൃത്താണ്, എല്ലാമാണ്. തൊഴിലുറപ്പിൻ്റെ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവർ ഭൂവസ്ത്രം, അതായത് 180 മീറ്റർ നീളത്തിലാണ് ഈ തോടിൻ്റെ ഭൂവസ്ത്രം ഇടുന്നത്. അതേപോലെ തരിശു ഭൂമികൾ നമുക്ക് 80 സെൻറ്റോളം തരിശു ഭൂമികളുണ്ട്. അതിൽ ഒരു പകുതിയിലധികം പച്ചക്കറി കൃഷി നടത്തിയിട്ടുണ്ട്. നല്ല ആക്റ്റീവായിട്ട് ചെയ്യുന്ന പച്ചക്കറി ചെയ്യുന്നുണ്ട്. അതേപോലെ പൂവിൻ്റെ ചെണ്ടുമല്ലിപ്പൂവ് അത് നല്ല രീതിയിൽ അത് ഓണത്തിന് ഒരു ചട്ടിപ്പൂവിൻ്റെ ആ ഒരു പരിപാടിയിൽ നല്ല ഭംഗിയായിട്ട് ഗംഭീരമായിട്ട് നമുക്കത് നടത്താൻ സാധിച്ചു. എനിക്ക് പൊതുവെ വെച്ചാൽ കുടിവെള്ളക്ഷാമം അധികം നേരിട്ടിട്ടില്ല. എന്നാൽ പോലും കുറച്ച് ഒരു ഏരിയയിൽ ആ പുഴയേരി ഭാഗത്ത്
കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഫീഡർ ലൈൻ താഴ്ത്തി കൊടുത്തു. ഇപ്പോൾ അവിടെ കുഴപ്പമില്ലാണ്ട് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹരിതകർമ്മസേനക്കാർ കുഴപ്പമില്ല, നമ്മൾക്ക് ഒരു 90% പേര് നമ്മൾക്ക് സഹകരിക്കുന്ന ആൾക്കാരാണ്. അവരും നമ്മളോട് ചേർന്ന് നിന്ന് സഹകരിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വാർഡിലെ ഒരു 90% ആൾക്കാരും എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ടീവാണ്. അതുകൊണ്ട് എനിക്കൊരു നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. പിന്നെ ഒരു 10% എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിമർശനങ്ങൾ വേണമല്ലോ. വിമർശനങ്ങൾ ഉണ്ടായാൽ പ്രവർത്തനത്തിന് നമുക്കൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അത് നല്ല കാര്യമാണ്. പിന്നെ എനിക്ക് അംഗൻവാടിയുടെ ഒരു ഇത് വന്നിട്ടുണ്ട്. പക്ഷേ അതെപ്പോഴാണ് അതൊന്ന് പ്രൊജക്റ്റ് ഹൈബിയുടെ MP-യുടെ ഇത് വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ അത് പാസ്സാകണം. അപ്പോൾ വയോജനങ്ങൾക്ക് എനിക്ക് ഒരു വയോജന കേന്ദ്രം സ്ഥാപിക്കണമെന്നൊരു വലിയ ആഗ്രഹമാണ്. പിന്നെ ഏറ്റവും എനിക്ക് എൻ്റെ വാർഡിൽ ഒരു ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചാൽ തെരുവ് നായ്ക്കൾ, അതേപോലെ തരിശു ഭൂമികൾ ഒരുപാടുണ്ട്, കാടുകളാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ പാമ്പിൻ്റെ ശല്യം, അത് എനിക്കൊരു പരിധി വരെ എനിക്ക് അത് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. എന്നാലും അതൊരു വിഷമമുണ്ട്. തെരുവ് നായ്ക്കളാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. വെച്ചാൽ ആളുകൾക്കവരുടെ ജീവന് ഭീഷണിയായിട്ടുള്ളതാണ്. അതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ഒരു ലഹരി വിരുദ്ധ അങ്ങനെ റാലികളൊക്കെ നടത്തിയിട്ടുണ്ട്, ബോധവൽക്കരണ ക്ലാസ് നടത്തിയിട്ടുണ്ട്. അതിന് കുറച്ച് പേര് അതിൽ ആക്റ്റീവായിട്ട് നടന്നിട്ടുണ്ട്. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന പരമാവധി കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗ്രാമസഭയിൽ എനിക്ക് ഏറ്റവും സപ്പോർട്ടീവാണ് എൻ്റെ ജനങ്ങൾ. കാരണം വെച്ചാൽ എല്ലാ പരിപാടിക്കും നല്ല ഇതിൽ വന്നിട്ടുണ്ട്. അതേപോലെ എനിക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് പറയാമെന്ന് വെച്ചാൽ ഒരു കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എൻ്റെ വാർഡിൽ കൊടുത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അത് ആരോട് ചോദിച്ചാലും അറിയാൻ പറ്റും. അത്രയ്ക്കും ഞാൻ എല്ലാവർക്കും അർഹതപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് ഏറ്റവും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു 5 വർഷക്കാലം എനിക്ക് ഒരു 90% എനിക്ക് വിജയകരമായി പോയി എന്നാണ് എൻ്റെ ഒരു ബോധ്യമുള്ളത്. കാരണം വെച്ചാൽ എല്ലാവരും എൻ്റെ ഈ ഒരു വാർഡിലെ ഒരു 90% ആളുകളും എനിക്ക് ആക്റ്റീവായിട്ട് എന്നോട് സഹകരിച്ച് എന്നോടൊപ്പം നിന്ന ആളുകളാണ്. പ്രത്യേകിച്ച് എടുത്തു പറയുകയെന്ന് വെച്ചാൽ തൊഴിലുറപ്പുകാർ, കുടുംബശ്രീക്കാർ, ഹരിതകർമ്മസേനക്കാർ, പിന്നെ നമ്മുടെ ആശാവർക്കർമാർ പ്രത്യേകം പറയേണ്ടതാണ്. അവരും എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ട് എന്നോട് എപ്പോഴും സഹകരിച്ചിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ അതേ വാർഡിൽ ഞങ്ങളുടെ വാർഡ് പ്രസിഡൻറ്റ്, അങ്ങനെയുള്ള എല്ലാവരും, വാർഡ് പ്രസിഡൻറ്റ് സോളിരാജ്, പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് സോളിരാജ്, എനിക്ക് എൻ്റെ വാർഡിൽ എന്ത് പ്രവൃത്തികളും ചെയ്യാൻ പുള്ളിയാണ് ഏറ്റവും മുൻകൈ എടുത്ത് എനിക്ക് തരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഈ ഒരു സമയത്ത് നന്ദി പറയുകയാണ്. അതേപോലെ പ്രസിഡൻറ്റ് എല്ലാവർക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയും.